നമ്മുടെ കമ്പനിയുടെ ഗ്രൂപ്പ് ഇൻഷുറൻസ് നമ്മുടെ ഫാമിലിയോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസിനെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീമിയം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ പറയുന്നത്. നമുക്ക് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മുടെ എംപ്ലോയീസിനെ ആഡ് ചെയ്യുമ്പോൾ പ്രോരാറ്റ ബേസിലാണ് നമുക്ക് പ്രീമിയം കണക്കാക്കുന്നത്. ഇത് നമ്മുടെ ഫാമിലിയിലുള്ള നമ്മുടെ കുട്ടികളാവട്ടെ വൈഫാവട്ടെ ഇതേ രീതിയിലുള്ള പ്രീമിയമാണ് കണക്കാക്കുന്നത്. നമ്മൾ ഇൻഡിവിജ്വൽ എടുക്കുന്നതിന് ഗ്രൂപ്പ് എടുക്കുന്നതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ എടുക്കുമ്പോഴുള്ള പ്രീമിയം അല്ല ഗ്രൂപ്പിൽ വരുന്നത്. ഗ്രൂപ്പിൽ വളരെ കുറഞ്ഞ പ്രീമിയമാണ് വരുന്നത്. ഇനി നമ്മുടെ കമ്പനി തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒരു ബേസിക് പ്ലാൻ ആവട്ടെ എൻഹാൻസ് പ്ലാൻ ആവട്ടെ ഇതിൽ വരുന്ന ബെനിഫിറ്റുകളെല്ലാം ഇൻഡിവിജ്വൽ പ്ലാനിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ പ്ലാനുകളായിരിക്കും. അതുമാത്രമല്ല പ്രീമിയം ബേസ് നോക്കുകയാണെന്ന് വെച്ചാൽ കമ്പനികൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിലായിരിക്കും ഈ പ്ലാനുകളെല്ലാം കിട്ടിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നമ്മൾ എംപ്ലോയീസിനെയോ അല്ലെങ്കിൽ ഡിപ്പെൻഡിനെയോ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ നിർബന്ധമായി കൊടുക്കേണ്ട ചില രേഖകളുണ്ട്. അയാളുടെ പാസ്പോർട്ട്, വിസ, എമിറേറ്റ്സ് ഐ ഡി, അതേപോലെ മുന്നത്തെ കമ്പനിയുടെ നിന്ന് കിട്ടിയിരിക്കുന്ന COC അല്ലെങ്കിൽ മെഡിക്കൽ ആപ്ലിക്കേഷൻ ഫോം, ഇങ്ങനെയുള്ള രേഖകളെല്ലാം നിങ്ങൾ ഇൻഷുറൻസ് സബ്മിറ്റ് ചെയ്തുകൊണ്ട് വേണം ഒരു അഡീഷണൽ റിക്വസ്റ്റ് പ്രൊസീഡ് ചെയ്യുവാൻ. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിലെ ഒരു എംപ്ലോയി നമ്മുടെ കമ്പനിയിൽ നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിൽ ആഡ് ചെയ്ത ഫാമിലി മെമ്പേഴ്സ് നമ്മൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പ്രോരാറ്റ ബേസിൽ നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്തത്